അയ്യപ്പനും കോശിയും ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ്. അതിലേതോ ഒരു ബാറിലിരുന്നിട്ട് പൃഥ്വിരാജ് വെള്ളമടിക്കുന്ന ഒരു രംഗമുണ്ട്. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തതെന്നാണ് പറഞ്ഞത്. ഒരു വെറൈറ്റി പാലം, അതായത് ജസ്റ്റ് ഒരു ഷോപ്പിന് വേണ്ടി ഉണ്ടാക്കിയിട്ടാണെന്നുള്ളൂ. ഇവിടെയൊക്കെ അത് വലിയ വലിയ ഇത് വെച്ചിട്ടുണ്ട്. ഇതുപോലൊക്കെ ലൈറ്റ് വരുമായിരിക്കും. എനിക്ക് തോന്നണേ ഇവരുണ്ടാക്കിയിട്ടായിരിക്കും. ഇവരെ ടൂറിസ്റ്റ് പർപ്പസിനും വേണ്ടി ചെയ്ത പരിപാടിയാണ്. എന്താ വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വന്നിരിക്കുക. ഇവിടെ ചിലപ്പോൾ ചെയറൊക്കെ ഇടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ചെയറിട്ടാണ് ഇവിടെ വന്നിരിക്കുക. അല്ലാണ്ട് ഇപ്പോൾ ഇതിന് അടിയിക്കുമ്പോൾ പോകാനൊരു വഴിയില്ല. എന്തായാലും ഒരു വെറൈറ്റി പാലം. ഇങ്ങനെ ചെറിയ ചെറിയ പാലങ്ങളൊക്കെ നമ്മളെ നാട്ടിലുണ്ടാക്കിയാൽ നല്ല രസം ഉണ്ടാവും കാണാൻ. താടി എന്താണ് താടിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു രഹസ്യമില്ല. ഈ എന്ത് വളമാണ് ഇതിനിട്ട് കൊടുക്കല്? നോർമല് നാച്ചുറൽ അതിനെ വളർത്താനായിട്ട് വിട്ട് പിന്നെ ഇടയ്ക്കൊന്ന് ഷേപ്പ് ചെയ്യും. അല്ലാണ്ട് വേറെ ഒരു ഓയിലോ ഒരു എണ്ണ ക്രീമോ ഇതുവരെ ഉപയോഗിച്ചിട്ടേ ഇല്ല. എണ്ണ ഉപയോഗിക്കലുണ്ടോ? ഏത് എണ്ണ ഉപയോഗിക്കല്? കാച്ചിയ എണ്ണ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നോർമൽ എണ്ണ. നമ്മൾ ഓൻ്റെ കൂടെ നടക്കുമ്പം എല്ലാവരും നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് തോന്നും. കാരണം നമ്മളല്ല, ഓനായിരിക്കും. ഓൻ്റെ താടി ഉള്ളതുകൊണ്ടാണ് എല്ലാവരും ഓനെ ശ്രദ്ധിക്കുന്നത്. ആദ്യം അവനക്ക് തിക്ക് താടിയുള്ള ആളാണ്. നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അങ്ങനത്തെ ഒരു താടിയൊക്കെ വെക്കാൻ. പക്ഷെ നമുക്ക് വരുന്ന താടി അവിടെ ഇവിടെ എടുക്കണം വരണ്ടേ. എവിടെ നോക്കിയാലും കള്ളി വിളിച്ചോടി. എന്തോടാ സാഹിർ? ബസ് സർവീസ് എല്ലായിടത്തും കൊണ്ട് കേട്ടോ. കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സാണത്. ഏകദേശം ഒരു ഡ്രൈ ഏരിയയാണ്. മരങ്ങളിത് ഇവിടെ മല ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ മലമലൊന്നും വലിയതായിട്ട് മരങ്ങളില്ല. കള്ളിമുൾച്ചെടികളും നല്ലോണം ഉണ്ട്. അതിന് അങ്ങനെ വരാൻ കാരണം എന്താ വെച്ചാൽ അധികം പാറയാണെന്ന് പറഞ്ഞിട്ട് അല്ലടാ. ഒരുപാട് റിസോർട്ടുകളും പിന്നെ ലോഡ്ജുകളൊക്കെ കണ്ടിട്ട് ഈ ഏരിയയിൽ. റോഡ് ക്ലോസ് ചെയ്യേണ്ടതിന് മുന്നേ അത്യാവശ്യം നല്ല വണ്ടികൾ പോയിരുന്നതിന് ഇതുവഴി ഊട്ടിക്ക്. പക്ഷെ ഇപ്പോൾ റോഡ് ക്ലോസ് ചെയ്തതോടുകൂടി ഇവരൊക്കെ നല്ല കഷ്ടത്തിലായിരിക്കും. അപ്പോൾ അട്ടപ്പാടിൻ്റെ ഒരു ചെറിയൊരു കഥയാണ് അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞ പടത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിലൊരുപാട് സ്ഥലങ്ങളെ പേര് പറഞ്ഞതൊക്കെ പക്കയാണ്. പിന്നെ മദ്യനിരോധനം അതിവിടെ ഉള്ളതാണ്. ഇവിടെ വെള്ളം കുടിക്കൂല എന്നല്ല, കുടിക്കുന്നവരുണ്ട്. കാണാതെ കൊണ്ടുവന്നിട്ട് വെള്ളം അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അവിടെ ഇവിടെയൊക്കെ കുപ്പിയൊക്കെ കാണാറുണ്ടെങ്കിലും പൊതുവെ പബ്ലിക്കായിട്ട് കള്ള് കുടിക്കുന്ന പ്രവണത ഇവിടെ ഇല്ല, ബാറും ഇല്ല. അതുകൊണ്ട് അത് നല്ലൊരു തീരുമാനമാണ്. ആ സംഗതി എല്ലായിടത്തും വന്നാൽ കഴിച്ചില്ലടാ. കേരളം ഒട്ടാകെ ആ സംഗതി വന്നിരുന്നെങ്കിൽ അത് നല്ലൊരു തീരുമാനമായിരുന്നു. നാട്ടിലൊക്കെ ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാവുമല്ലോ. അതൊക്കെ നമ്മുടെ നാട്ടിലൊരു അങ്ങാടിയിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മറ്റുള്ള ഓരോ പ്രദേശത്തായിട്ട് ഇങ്ങനെ ചിതറായിട്ടും കിടക്കുക. പക്ഷേ അട്ടപ്പാടിയിലെ ഈ അഗളി എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമപഞ്ചായത്തിന് ഒരു ഇതെല്ലാ സംഗതിയും ഈ അഗളി തന്നെയാണ് ഉള്ളത്. അഗളി എന്ന് പറയുമ്പോൾ ചെറിയൊരു കുഞ്ഞു ടൗണാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഫുള്ള് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ മാത്രം. എന്തൊക്കെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സംഗതികളുണ്ട് അതൊക്കെ ഒരേ ഏരിയയിൽ. നമുക്ക് വേറെ ഓട്ടോ വിളിച്ച് പോവൊന്നും വേണ്ട. ഇപ്പം കണ്ടത് നമ്മൾ കേൾക്കാത്ത സംഗതിയാണല്ലോ അല്ലേ? പഞ്ചായത്തിലും അതിനുള്ള വകുപ്പുകളുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? പക്ഷെ നമ്മളെ നാട്ടിൽ പ്രോത്സാഹിപ്പിക്കൽ ഇല്ല എന്ന് മാത്രം. എല്ലാ പഞ്ചായത്തിലും ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. പട്ടികജാതികൾക്കുള്ള സംവരണങ്ങളും കാര്യങ്ങളൊക്കെ. പക്ഷെ അതിന് പ്രത്യേക ഓഫീസൊന്നും ഇല്ല. പക്ഷെ ഇവിടെ അതുണ്ട്. അതാണ് സമൂഹത്തിന്റെ ഉന്നമനത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം. പബ്ലിക് ലൈബ്രറി, റീഡിംഗ് റൂമുണ്ട്, ഗ്രാമപഞ്ചായത്ത് കാര്യാലയം, അഗളി, കൃഷിഭവനുണ്ട്. അതിൻ്റെ അങ്ങേപ്പുറത്ത് എന്താ ഗവൺമെൻറ് അവിടെ വേറെ എന്തോ ഒരു സംഗതി ഉണ്ട്. ഒരൊറ്റ നടത്തത്തിൽ എല്ലാ പേപ്പറും കറക്റ്റായി കിട്ടില്ല. നമ്മളെ നാട്ടിലൊക്കെ ഒരു പേപ്പർ ചിലപ്പോൾ പഞ്ചായത്തിലോ മറ്റിടത്ത് പോയി ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഒരു ദിവസം വേണ്ടി വരും. ഇവിടെ ഒരൊറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ ഒരു അരമണിക്കൂറുകൊണ്ട് പെട്ടെന്ന് ശരിയാകുകയാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറോടെ നമുക്ക് എല്ലാ പേപ്പറും ശരിയാക്കി എടുക്കാൻ പറ്റും. എന്താണെന്ന് സത്യത്തിൽ മനസ്സിലായില്ല കേട്ടോ. സത്യത്തിൽ ഇവരൊക്കെ ഭാഗ്യവാന്മാരട്ടോ. സർക്കാർ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ അട്ടപ്പാടിനായിരിക്കും. അത് നമ്മുടെ നാട്ടിലുണ്ട്.
ഉപകാരപ്പെടാൻ വലിയ ആനുകൂല്യം നമുക്കുണ്ട്. പഞ്ചായത്തിൽ പോയാൽ അതാണ് സത്യം. ഒക്കെ അറിയാൻ പറ്റും. പക്ഷെ നമ്മൾക്ക് എന്താണ്, നമ്മളാരും ശ്രമിക്കൂല, ചെയ്യൂല, പോകില്ല. ഒരു വില്ലേജ് ഓഫീസർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. മൂപ്പര ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആദിവാസി കോളനികളിൽ പോയിട്ട് അവർക്ക് വേണ്ട വീടിന് വേണ്ട ഫണ്ട് പാസ്സാക്കുക, അവിടെ പോയിട്ട് വീടിനുള്ള സ്ഥലം ഉണ്ടോ നോക്കുക. അതായത് അവർക്ക് നല്ലൊരു വീട് എടുത്ത് കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ സപ്പോർട്ടും ചെയ്യലാണ് മൂപ്പര ഡ്യൂട്ടി. അപ്പോൾ മൂപ്പര് ഒരു കൊല്ലം കൂടെ എത്ര വീട് ഉണ്ടാക്കി കൊടുത്തു പറഞ്ഞാൽ ആദിവാസികൾക്ക് 500 ഒരു കൊല്ലത്തിൽ 500 ശരാശരി 500 വീടുകൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതെ, അട്ടപ്പാടിയിൽ മൊത്തമായിട്ട് ശരാശരി 500 വീടെങ്കിലും ഗവൺമെൻറ് ഈ ആദിവാസികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഭയങ്കര സംഭാവന കേട്ടോ. ഗവൺമെൻറ് ഇത്രയും സംഗതികളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായത് സത്യത്തിൽ ഇവിടെ നിന്നാണ്. നമ്മളെ നാട്ടിൽ എന്തിനെങ്കിലും പോയാൽ അതിനൊക്കെ ഒരുപാട് സമയം എടുക്കുക. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ നല്ല രീതിയിൽ പോകേണ്ട ഒരു ഗവൺമെൻറ് സിസ്റ്റമാണ് അട്ടപ്പാടിയിലുള്ളത്. അങ്ങനെയല്ല തോന്നുന്നത്? ഞങ്ങൾക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്.